തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 22. ജെറുസലേമിന്റെ മേൽ വിധി. ദർശനത്തിന്റെ താഴ്വരയെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. ആഹ്ലാദിച്ചട്ടഹസിച്ച് ഇളകിമറിയുന്ന ജനമേ, നിങ്ങളെല്ലാവരും പുരമുകളിൽ കയറുന്നതെന്തിന്? നിങ്ങളുടെ മരിച്ചവർ വാളിനിരയായവരോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ല. നിങ്ങളുടെ അധിപന്മാർ എല്ലാവരും ഒന്നുപോലെ ഓടി ഒളിച്ചിരിക്കുന്നു. വില്ല് കുലയ്ക്കാതെ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു. വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങൾ കണ്ടവരെ എല്ലാവരെയും അവർ തടവുകാരാക്കി. ആയതിനാൽ ഞാൻ പറയുന്നു, എന്നിൽ നിന്നും കണ്ണെടുക്കുക. ഞാൻ കയ്പ് നിറഞ്ഞ കണ്ണീർ ഒഴുക്കട്ടെ. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരും ശ്രമിക്കേണ്ട. പരാജയത്തിൻ്റെയും പാലായനത്തിൻ്റെയും സംഭ്രാന്തിയുടെയും ദിനമാണിത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം. ദർശനത്തിൽ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു. സഹായത്തിനു വേണ്ടിയുള്ള നിലവിളികൾ പർവ്വതങ്ങളിൽ മുഴങ്ങുന്നു. ഏലാം ആവനാഴി അണിയുന്നു. രഥങ്ങൾ കുതിരകളെ പൂട്ടുന്നു. കീർ പരിച പുറത്തെടുത്തു. നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു. കുതിരപ്പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു. അവൻ യൂദയുടെ ആഭരണം എടുത്തു മാറ്റി. അന്ന് നീ കാനാന മന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി. ദാവീദിന്റെ നഗരത്തിന്റെ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു. താഴത്തെ കുളത്തിലെ ജലം നീ കെട്ടി നിർത്തി. നീ ജെറുസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ട ഉറപ്പിക്കുവാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു. പഴയ കുളത്തിലെ ജലം ശേഖരിക്കുവാൻ വേണ്ടി ഇരുമതിലുകൾക്കുമിടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു. എന്നാൽ ഇത് ചെയ്തവരെ നേരെ തിരിയുകയോ പണ്ട് തന്നെ അത് ആസൂത്രണം ചെയ്തവരെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല. അന്ന് സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി. തലമുണ്ടനം ചെയ്യുന്നതിനും ചാക്കുടുക്കുന്നതിനും അവിടുന്ന് ഇടയാക്കി. എന്നാൽ അവിടെ ആഹാര തിരഞ്ഞെടുപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയും നമുക്ക് തിന്നു കുടിച്ചു മതിക്കാം. നാളെ നമ്മൾ മരിക്കും എന്ന് അവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുൾ ചെയ്തിരിക്കുന്നത്. ഷെബ്നായ്ക്ക് താക്കീത. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ ചെന്ന് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷെബ്നയോട് പറയുക, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഇവിടെ മലമുകളിൽ പാറ തുരത്തുന്ന ശവകുടീരമുണ്ടാക്കുവാൻ നിനക്ക് എന്ത് അവകാശം? കരുത്തനായ മനുഷ്യ, കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും. അവിടുന്ന് നിന്നിൽ പിടിമുറുക്കി ഒരു പന്ത് പോലെ ചുരുട്ടി കറക്കി കറക്കി വിശാലമായ ദേശത്തേക്ക് ചുഴറ്റിയെറിയും. അവിടെ നീ മരിച്ചു വീഴും. യജമാന്റെ ഭവനത്തിന് അപമാനമായി തീർന്നവനെ, നിന്റെ പ്രൗഢിരഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നിന്റെ പദവിയിൽ നിന്നും ഞാൻ നിന്നെ നിഷ്കഹാസം ചെയ്യും. നിന്റെ സ്ഥാനത്ത് നിന്നും നിന്നെ ഞാൻ താഴെയിറക്കും. അന്ന് എൻ്റെ ദാസനും ഹിൽക്കിയുടെ പുത്രനുമായ ഏലിയാക്കിമിനെ ഞാൻ വിളിക്കും. നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും. നിന്റെ അധികാരം അവന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. ജെറുസലേം നിവാസികൾക്കും യൂദയ ഭവനത്തിനും അവൻ പിതാവായിരിക്കും. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും. അവൻ പ്രതിഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും. അവന്റെ പ്രതിഭവനമാകട്ടെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പം മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും. സൈന്യങ്ങളുടെ കർത്താവാണ് അരുൾ ചെയ്യുന്നു. അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന കുറ്റി പറിഞ്ഞു പോകും. അത്
അതിൽ തൂക്കിയിടുന്ന ഭാരവും അറ്റുപോകും. കർത്താവാണ് അരുൾ ചെയ്യുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 23. ടയറിനും സീദോനും എതിരെ. ടയറിനെ കുറിച്ചുള്ള അരുളപ്പാട്. താർശിഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ. ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു. സൈപ്രസ് ദേശങ്ങളിൽ നിന്നും അവർ ഇത് അറിഞ്ഞു. തീരദേശവാസികളെ, കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീദോൻ വർത്തകരെ, നിശബ്ദരായിരിക്കുവിൻ. ഷീഹോറിലെ ധാന്യങ്ങൾ, നൈൽ തടാകത്തിലെ വിളവ് ആയിരുന്നു അവരുടെ വരുമാനം. നിങ്ങൾ അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു. സീദോനെ ലജ്ജിക്കുക. എന്തെന്നാൽ സമുദ്രം സംസാരിക്കുന്നു, സമുദ്രദുർഗം പറയുന്നു, ഞാൻ പ്രസവവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല. ടയറിനെ കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്റ്റ് കഠിന ദുഃഖത്തിലാകുന്നു. തീരദേശവാസികളെ, താർശിഷിലേക്ക് കടന്നു വിലപിക്കുവിൻ. ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം? ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളമടുപ്പിച്ച നഗരം? രാജാക്കന്മാരെ, വഴിയിൽ വെച്ച് ടയറിന്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയമായ വാർത്തകൾ പ്രഭുക്കന്മാർ ഉണ്ടായിരിക്കുന്ന ടയറിന്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയിരിക്കുന്നത്? ഭൂമിയിലെ സർവമഹത്വത്തിന്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ, ഭൂമിയിലെ മഹാന്മാരെ അവമാനിക്കാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത്. താർശിഷിന്റെ പുത്രി, നൈൽ നദീതടത്തിലെന്ന പോലെ നീ കൃഷി ഇറക്കുക. തുറമുഖങ്ങൾ നശിച്ചുപോയി. അവിടുന്ന് സമുദ്രത്തിന് മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു. കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടുന്ന് അരുൾ ചെയ്യുന്നു, മദ്യതയായ സീദോൻ കന്യകയെ, നിന്റെ ആഹ്ലാദം അവസാനിച്ചു. എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക. അവിടുത്തെയും നിന്റെ ആശ്വാസം ലഭിക്കുകയില്ല. കൽദയയുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത. ഇത് അസറിയ ആയിരുന്നില്ല. അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. അവർ അവളെ നാശകൂമ്പാരമാക്കി. താർശിഷിലെ കപ്പലുകളെ, വിലപിക്കുവിൻ. നിങ്ങളുടെ ശക്തി ദുർഗം ശൂന്യമായിരിക്കുന്നു. ഒരു രാജാവിന്റെ ജീവിതകാലമായ 70 വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും. വിസ്മൃതമായ സൂര്യനെ, വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക. മധുരസംഗീതം പൊഴിക്കുക. ഗാനങ്ങൾ ആലപിക്കുക. നിന്നെ അവർ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിലേർപ്പെടും. അവളുടെ വ്യാപാര ചരക്കുകളും സർവ്വദായകങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും. അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിന്റെ മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മൂടിയുള്ള വസ്ത്രവും ഭവിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 24. ഭൂമിയുടെ മേൽ വിധി. കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവും ആക്കി തീർക്കും. അവിടുന്ന് അതിന്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തണർമാർക്കും അധർമ്മികൾക്കും ഒന്നുപോലെ സംഭവിക്കും. ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു. ലോകമാകെ വാടിക്കൊഴിയുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികളും നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്നും വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടി ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു.
അതിൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീർന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിച്ചിരിക്കുന്നു. വീഞ്ഞ് വിലപിക്കുകയും മുന്തിരി വാടുകയും ചെയ്യുന്നു. സന്തുഷ്ട ചിത്തർ നെടുവേർപ്പെടുന്നു. തപ്പുകളുടെ നാദം നിലച്ചു, ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു, വീണനാദം ഇല്ലാതായി. ഗാനാലാപനത്തോടു കൂടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല. മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീരുന്നു. കലാപത്തിന്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടക്കാനാകാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചു പൂട്ടിയിരിക്കുന്നു. വീഞ്ഞല്ലാത്തതിനാൽ തെരുവുകളിൽ മുറവിളി ഉയരുന്നു. സന്തോഷം അസ്തമിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്നും ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു. നഗരത്തിന്റെ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്നു. കവാടങ്ങൾ തല്ലിത്തകർത്തിരിക്കുന്നു. ഒലിവ് തല്ലുന്നത് പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാല പെറുക്കുന്നത് പോലെയും ആയിരിക്കും ഭൂമിയിലെ ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുക. അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു. പടിഞ്ഞാറ് നിന്നും അവർ ആർത്തു വിളിച്ച് കർത്താവിന്റെ മഹിമ പ്രകീർത്തിക്കുന്നു. അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. തീരപ്രദേശത്തും ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ. നീതിമാനായ ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങളും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്ന. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ തളർന്നു, ഞാൻ ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ദുരിതം. വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു, വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു. ഭൂവാസികളെ, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെന്ന് കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്നും കയറുന്നവർ കെണിയിൽപ്പെടും. ആകാശ ജലാശയങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. അത് തങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്, അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂതലത്തെ ഭൂമിയിലും ശിക്ഷിക്കും. അവരെ ശേഖരിച്ചിട്ട് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും. അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദ്രൻ ഇരുളായും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും. ജെറുസലേമും അതിൻ്റെ ശ്രേഷ്ഠന്മാരും മുൻപിലും തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 25. കൃതജ്ഞതാഗീതം. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി. വിദേശികളുടെ കോട്ടകൾ നഗരമില്ലാതായി, അത് ഇനിമേൽ പണിയുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും. നിർദ്ദയരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടുത്തും. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതയിൽ അവന് ഉറപ്പുള്ള അഭയവും ആണ്. കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വയലിൽ തണലും. നീ ചെങ്കോട്ടയ്ക്കെതിരെ ചീറിയെടുക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്, മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ. വിദേശികളുടെ ആക്രോശം അങ്ങ് അടയ്ക്കുന്നു. മേഘത്തിന്റെ തണൽ വെയിലിൽ മറയ്ക്കുന്നത് പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു. കർത്താവിന്റെ വിരുന്ന്. ഈ പർവ്വതത്തിൽ സർവ്വജനപദങ്ങൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. സർവ്വജനതകൾക്കും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രഹിക്കും.
സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുൾ ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും. ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ, നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. ചാണകക്കുഴിയിൽ വൈക്കോൽ എന്നതുപോലെ മൊവാബ് അവിടെ ചവിട്ടി മെതിക്കപ്പെടും. നീന്തൽക്കാരൻ നീന്താൻ കൈവിരിക്കുന്നത് പോലെ അവൻ അതിൻ്റെ മധ്യത്തിൽ നിന്നും കൈനീട്ടും. എന്നാൽ കർത്താവ് അവൻ്റെ അഹങ്കാരവും കരങ്ങളും സാമർഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും. അവൻ്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്തും താഴെയിട്ട് പൊടിയാക്കി കളയും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 26. വിജയഗീതം. അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരം ഉണ്ട്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠനായ ജനതയ്ക്ക് പ്രവേശിക്കുവാൻ വാതിൽ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവന് അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അപേക്ഷയിലാണ്. ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെയിറക്കി. അതിനെ നിലം പറ്റി നശിപ്പിച്ചു പൊടിയിലാഴ്ത്തി. ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു. നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ്, അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കും. കർത്താവെ, അങ്ങയുടെ നിയമങ്ങൾ പാതയിൽ ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു. ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല. സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു. അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല. കർത്താവെ, അങ്ങ് കരം ഉയർത്തിയിരുന്നെങ്കിലും അവർ അത് കാണുന്നില്ല. അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ. അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, മറ്റു അധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത്. അവർ മരിച്ചു, ഇനി ജീവിക്കുകയില്ല. നിഴലുകളും മാത്രമാണ്, അവർ ഇനി എഴുന്നേൽക്കുകയില്ല. അത്രത്തോളം അവിടുന്ന് അവരെ നശിപ്പിച്ചു, അവരുടെ സ്മരണ പോലും തുടച്ചു മാറ്റി. കർത്താവെ, അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ജനത്തിന്റെ വളർച്ച അങ്ങയുടെ മഹത്വം ദർശിക്കുന്നു. ദേശത്തിന്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കുന്നു. കർത്താവെ, കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങേ അന്വേഷിച്ചു. അങ്ങയുടെ ശിക്ഷ തങ്ങളുടെ മേൽ പതിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഗർഭിണി പ്രസവം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരയുന്നു. ഞങ്ങൾ ഗർഭം ധരിച്ച് വേദനയോട് പ്രസവിച്ചു. എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. ദേശത്തെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുകയുമില്ല. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും. അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. പൂഴിയിൽ ശയിക്കുന്നവരെ ഉണരുന്നു. കർത്താവ് സന്തോഷ കീർത്തനം ആലപിക്കുവിൻ. അങ്ങയുടെ ഹിമകണം പ്രകാശം ചൊരിയുന്ന തുഷാര ബിന്ദുവാണ്. നിഴലുകളുടെ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും. ശിക്ഷയും രക്ഷയും. എൻ്റെ ജനമേ, വരുവിൻ. മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ. ക്രോധം ശമിക്കുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ. ഇതാ, ഭൂവാസികളെ അവരുടെ അകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. തൻ്റെ മേൽ ചൊരിഞ്ഞ രക്തം ഭൂമി വെളിപ്പെടുത്തും. വിധിക്കപ്പെട്ടവരെ ഇനി
മറച്ചു വെക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 27. അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിനവും ഖണ്ഡവും കൊണ്ട് ലവ്യാഥാനെ പുളഞ്ഞു പായുന്ന ലവ്യാഥനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാൻ അതിനെ നിരന്തരം നയിക്കുന്നു. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപ്പകൽ കാവൽ നിന്നു. എനിക്ക് ക്രോധമില്ല. മുൾച്ചെടികൾ മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. ഞാൻ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും. അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ, എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ. ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും, ഇസ്രയേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും. ഭൂമി മുഴുവനും അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. ഇസ്രയേലിൻ്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രയേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ? ഇസ്രയേൽ ജനത്തിൻ്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രയേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ? അവിടുന്ന് അവരെ പ്രവാസത്തിൽ അയച്ചു ശിക്ഷിച്ചു. കിഴക്കൻ കാറ്റിൻ്റെ നാളുകളിൽ അവിടുന്ന് അവരെ ഊതിപ്പറപ്പിച്ചു. അങ്ങനെ യാക്കോബിന്റെ പാപം പരിഹരിക്കപ്പെടും. അവന്റെ പാപമോചനത്തിന്റെ പൂർണ്ണ ഫലം ഇതാണ്. ചുണ്ണാമ്പ് കല്ല് പോലെ അവർ ബലിപീഠത്തിന്റെ കല്ലുകൾ പൊടിച്ചു കളയുകയും അക്ഷര പ്രതിഷ്ഠകളും ധൂപപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ബലിഷ്ഠ നഗരം വിജനമായിരിക്കുന്നു. ജനനിബിഡമായ നഗരം മരുഭൂമി പോലെയും വിജനവും ശൂന്യമായിരിക്കുന്നു. അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു. മരച്ചില്ലകൾ ഉണങ്ങി ഒഴിഞ്ഞു വീഴുന്നു. സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു. വിവേകം കെട്ട ഒരു ജനമാണിത്. അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല. അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദവുമില്ല. അന്ന് യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്റ്റ് തോട് വരെ കർത്താവ് കറ്റ മെതിക്കും. ഇസ്രായേൽ ജനമേ, നിങ്ങളെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും. അന്ന് ഒരു വലിയ കാഹളധ്വനി ഉയരും. അസിറിയയിൽ നഷ്ടപ്പെട്ടവരും ഈജിപ്റ്റിലേക്ക് ഓടിപ്പോയവരും വന്ന് ജെറുസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആരാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 28. സമരിയായ്ക്ക് താക്കീത്. എഫ്രായിമിലെ മദ്യപാന്മാരുടെ ഗർവിഷ്ഠ കിരീടത്തിനും മദോന്മത്തരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മഹത്തായ സൗന്ദര്യത്തിന്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ദുരിതം. ഇതാ കർത്താവിന്റെ കരുത്തനായ യോദ്ധാവ്, കന്മഴക്കാറ്റ് പോലെ നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ് പോലെ, കൂലം തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ. അവൻ അവരെ എഫ്രായിമിലെ നിലത്ത് ഊക്കോടെ വലിച്ചെറിയും. മദോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും. ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിൽ അതിൻ്റെ മഹത്തായ സൗന്ദര്യത്തിന്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്തിനു മുൻപ് ആദ്യം പാകമാവുന്ന അത്തിപ്പഴം പോലെയാണ്. അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു. അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിന്റെ മകുടമായിരിക്കും. തന്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിന്റെ കിരീടമായിരിക്കും. അവിടുന്ന് ന്യായാധിപന് നീതിയുടെ ആത്മാവും നഗര കവാടത്തിൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയും ആയിരിക്കും. പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത്. പുരോഹിതന്മാരും പ്രവാചകന്മാരും വീഞ്ഞു കുടിച്ച് മതിക്കുന്നു. ലഹരി പിടിച്ച് അവർ ആടിയുലയുന്നു. വീഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നു. അവർക്ക് ദർശനങ്ങൾ തെറ്റുപറ്റുന്നു. ന്യായവിധിയിൽ കാലിടറുന്നു. എല്ലാ മേശകളിലും ഛർദ്ദിച്ചുകൊണ്ട് നിറയുന്നു. മലിനമല്ലാതെ ഒരു സ്ഥലവും ഇല്ല. അവർ പറയുന്നു, ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇവർ സന്ദേശം വ്യാഖ്യാനിക്കുന്നത്? മുലകുട മാറിയ ശിശുക്കൾക്ക് വേണ്ടിയോ? ഇത് നിയമത്തിന്മേൽ നിയമം ആണ്, നിയമത്തിന്റെ മേൽ നിയമം.
ചട്ടത്തിൻ്റെ മേൽ ചട്ടമാണ്, ചട്ടത്തിൻ്റെ മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും. അവിടുന്ന് ജനത്തോട് അരുൾ ചെയ്തിട്ടുണ്ട്, ഇതാണ് വിശ്രമം. പരീക്ഷണർക്ക് വിശ്രമം നൽകുക, ഇതാണ് വിശ്രമം. എന്നിട്ടും അവർ ശ്രവിച്ചില്ല. അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമം ആണ്, നിയമത്തിന്മേൽ നിയമം. ചട്ടത്തിന്മേൽ ചട്ടം ആണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിലകപ്പെടുകയും ചെയ്തു. ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്ദകരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് ശോധന ചെയ്ത് കല്ല് അടിസ്ഥാനമായി ഇടുന്നു. വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ചഞ്ചലചിത്തനാവുകയില്ല. ഞാൻ നീതിയെ അളവ് ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ട കൊണ്ടും ആർക്കും കാൺമഴ വ്യാജത്തിന്റെ അഫയ സങ്കേതത്തെ തൂത്തെറിയും. പ്രവാഹങ്ങൾ അഫയ കേന്ദ്രത്തെ മുക്കിക്കളയും. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും. പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധമായ മഹാമാരിയുടെ കാലത്ത് നീ അതിൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും, പകലും രാത്രിയും അതുണ്ടാകും. അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും. നിവർന്നു കിടക്കുവാൻ വയ്യാത്ത വിധം, കിടക്ക നീള കുറഞ്ഞതും പുതയ്ക്കുവാനാകാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ്. പേരിസീം പർവ്വതത്തിൽ ചെയ്തു പോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കുവാൻ എഴുന്നേക്കും. അവിടുത്തെ പ്രവർത്തികൾ ദുർവഹമാണ്. ഗിബെയോൻ താഴ്വരയിൽ വച്ച് എന്ന പോലെ അവിടുന്ന് ക്രുദ്ധനാകും. അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. കർഷകന്റെ ഉപമ. എൻ്റെ സ്വത്തിന് ചെവി തരുവൻ, ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവൻ. വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? അവൻ എപ്പോഴും നിലം ഇളക്കി കട്ട ഉഴച്ചുകൊണ്ടിരിക്കുമോ? നിലം ഒരുക്കി കഴിയുമ്പോൾ അവൻ ചതക്കുപ്പ വിതറുകയും ജീരകം വിതറുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ? എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു, അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. ചതക്കുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിന്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല. ചതക്കുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊള്ളുന്നു. ധാന്യം മെതിക്കുമ്പോൾ അത് ചതയ്ക്കുകയുള്ളൂ. ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല. കുതിരയെ കെട്ടി വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്. അവിടുത്തെ ഉപദേശം വിസ്മരണീയവും ജ്ഞാനം മനോഹരവുമാണ്. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ.